കൊൽക്കത്തയിൽ ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിൽ കോടതിയുടെ വിധി ഉടൻ ജഡ്ജി കോടതി മുറിയിൽ എത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, അങ്ങേയറ്റം നടുക്കിയൊരു വാർത്തയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വിധി പ്രസ്താവം ഉടനെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി പരിഗണിക്കാൻ പോകുന്നത്? സുഹൈൽ, രാജ്യം കാത്ത് ഇരിക്കുന്ന ഒരു വിധിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൊൽക്കത്ത സിയാൽദ വിചാരണ കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതിയുടെ ശിക്ഷാ വിധിയാണ് അല്പസമയത്തിനകം വരുന്നത്. ജഡ്ജി അനിർബാൻ ദാസ് ഇപ്പോൾ കോടതി മുറിയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം പ്രതി സഞ്ജയ് റോയിയെയും കോടതി മുറിയിൽ എത്തിച്ചിട്ടുണ്ട്. നിമിഷങ്ങൾക്കകം തന്നെ ഈ പ്രതിക്കുള്ള ശിക്ഷ പ്രതിക്ക് ജീവപര്യന്തമെന്ന വിധി വരുന്നു. സിയാൽദ കോടതിയിൽ നിന്ന് റെസിഡന്റ് ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി സഞ്ജയ് റായ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ബൽറാം, തുടരാം. സുഹൈൽ, പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. സിയാൽദ വിചാരണ കോടതിയാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നും ഇത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നുമുള്ള ആവശ്യം CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇന്ന് ഈ വിധി പ്രസ്താവത്തിൽ വാദം കേൾക്കുന്നതിനിടെ. എന്നാൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും താൻ നിരപരാധിയാണ് എന്നും തന്നെ ഗൂഢാലോചന നടത്തി ഈ കേസിൽ ഉൾപ്പെടുത്തിയതാണ് എന്നുമാണ് പ്രതി സഞ്ജയ് റോയ് നേരിട്ട് തന്നെ കോടതിയിൽ മുന്നിൽ അറിയിച്ചത്. കൂടാതെ വിചിത്രമായ ചില വാദങ്ങളും സഞ്ജയ് റോയ് ഉന്നയിച്ചിരുന്നു. താൻ സ്ഥിരമായി ഒരു മാല ധരിക്കാറുണ്ട്. ആ മാല ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം താൻ ചെയ്തിരുന്നെങ്കിൽ ആ മാല പൊട്ടി അതിൻ്റെ മണികൾ അവിടെ നിന്നും കണ്ടെത്തുമായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ പ്രതി സഞ്ജയ് റോയ് ഈ വിചാരണ ഇന്നത്തെ വാദത്തിനിടെ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രതിക്ക് വധശിക്ഷ നൽകരുത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും വാദിച്ചത്. അതേസമയം സമൂഹത്തിന് മുഴുവൻ ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഈ കേസിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് ഈ പ്രതിയെ ആവർത്തിക്കുകയും തന്നെ ആരൊക്കെ കൊടുക്കുകയാണെന്ന് കോടതിയിൽ ഇന്നടക്കം പറഞ്ഞ പ്രതിക്ക് എതിരെ നിർണായകമായത് ഫോറൻസിക് തെളിവുകളാണ്, ശാസ്ത്രീയ തെളിവുകളാണ്. ഇത്തരത്തിൽ ശക്തമായ തെളിവുകളടക്കം ആധാരമായുള്ള കേസിൽ ഇപ്പോൾ ജീവപര്യന്തത്തിൽ തീർപ്പ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പരിഗണിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കോടതിയിൽ സമർത്ഥിക്കാൻ സാധിച്ചില്ല എന്നാണോ വിലയിരുത്തേണ്ടത്? സുഹൈൽ, ഇത് അപൂർവമായ ഒരു കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നത്. കാരണം ഈ CBI ഉന്നയിച്ച വാദമുഖങ്ങൾ അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇത് എന്നും കൂടാതെ സമൂഹത്തിന് സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൂടാതെ സമൂഹത്തിന് നന്മ ചെയ്യുമായിരുന്ന ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുത്തിയത് ഈ പ്രതി. അതുകൊണ്ട് തന്നെ വധശിക്ഷ ഇയാൾക്ക് ഉറപ്പാക്കണം എന്നുമായിരുന്നു. എന്നാൽ ഈ സഞ്ജയ് റോയ് നടത്തിയ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് വിധി പ്രസ്താവത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉത്തരവിൽ തന്നെ ഈ സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് ഈ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടു എന്നും ഇയാൾക്ക് ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെയുള്ള ശിക്ഷകൾ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിൽ ഈ ഇരയുടെ കുടുംബാംഗങ്ങൾ കൂടാതെ ഈ പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ഇപ്പോഴും തുടരുന്ന സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കൊൽക്കത്തയിലെ സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കഘട്ടം മുതൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പുറത്തേക്ക് വന്ന ഒരു സംഭവ വികാസം കൂടിയായിരുന്നു ഈ റെസിഡന്റ് ഡോക്ടറുടെ കൂട്ടബലാത്സംഗ കൊലപാതകം. ഇതിൽ ഫോറൻസിക് തെളിവുകളടക്കം CBI ഹാജരാക്കി കേസിൽ പ്രതിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് സമർത്ഥിച്ചെങ്കിലും റെയർ ഓഫ് റെയർസ് കേസ് അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാനാകില്ലെന്ന് സിയാൽദ വിചാരണ കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജീവപര്യന്തത്തിൽ തീർപ്പ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി.